ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ കണ്ടോ, എൻ്റെ പച്ചക്കറി കൃഷിയൊന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. നല്ല പച്ചപ്പോഴുള്ള പച്ചക്കറി കൃഷി. ഇത് കണ്ടോ, കണ്ടോ അവരൊക്കെ ഉണ്ടാകുന്നുണ്ടോ, കണ്ടോ, കണ്ടില്ലേ, ഇത് കണ്ടല്ലോ, കണ്ടോ, കണ്ടോ, അതുപോലെ കണ്ടോ, ഇത് കണ്ടല്ലോ, ഇതേപോലെ ഇത് കണ്ടോ, എൻ്റെ ചേന കൃഷിയായി. ഇത് കണ്ടോ, ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് മുള വരാൻ പോകുന്നു, തിരി വരാൻ പോകുന്നു. കണ്ടോ, 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 ലേശം തിരി വരാൻ തുടങ്ങി. ഇത് ഇഞ്ചി കൃഷി നട്ടതാണ്, മുള വരുന്നേ ഉള്ളൂ. കണ്ടോ, കണ്ടല്ലേ, ഇത് എൻ്റെ ചേന കൃഷിയാണ്. ഓരോരോ പ്രാവശ്യം ഓരോരോ തട്ടായി സ്റ്റെപ്പായിട്ട് നടുന്നതാണ്. ഇതാണ് ഞാൻ ഇപ്പം നട്ട വള്ളി മുളക്കുന്നുണ്ട്. ഇതെൻ്റെ കപ്പ കൃഷിയുണ്ട്. ഇത് കണ്ടില്ലേ, കപ്പ കൃഷി 2-3 ഐറ്റത്തിൽ നട്ടിട്ടുണ്ട്. ഇത് കണ്ട, ഇതാണ് ബീറ്റ്റൂട്ട്. അത് മഴ പെയ്തുകൊണ്ട് ചീഞ്ഞു പോയ പോലെയായി. ഇനി അത് പറിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ലേ, ചീര വേണ്ട, ചീര കണ്ടില്ലേ, ചീര വേണ്ട. ചീര കൃഷി ഉണ്ടല്ലേ. ഇത് മഞ്ഞൾ കൃഷിയാണ്. ഇത് കണ്ടല്ലേ, ഇത് ചക്കരക്കിഴങ്ങ് കൃഷി. ഒരൈറ്റത്തിൽ വെച്ച് ഇതിനിപ്പോൾ ഇതിന് പണിയെടുക്കാൻ ഇത് മാറ്റി വെച്ചിട്ട് മണ്ണിലാക്കണം. ഇത് വേറൊരു ഐറ്റത്തിൽ ഇതും അങ്ങനെ തന്നെ ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ചേമ്പ് കൃഷി കേട്ടോ. വേണ്ട, ഇത് കണ്ട, ഇത് കണ്ടില്ലേ, ഇത് കൂർക്ക കൃഷി. ഇപ്പോൾ ആദ്യം നട്ടത് കപ്പ കൃഷി നട്ടത് മുളച്ച് വരുന്നുണ്ട്. അത് ചേന നട്ടത് മുളച്ച് വരുന്നത്. ഇതാണ് കണ്ടില്ലേ, ഇത് വേണ്ട, ഇതാണ് നിത്യവഴുതിന. അതിൽ കായ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാ നിത്യവഴുതിന. ഇത് കണ്ട, ഇതാ നിത്യവഴുതിന. കണ്ട, ഇതാ ഉണ്ടാകുന്നുണ്ട്. കണ്ട, നിത്യവഴുതിന. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ അതിലെ ഉള്ളിലെല്ലാം ഉണ്ട്, ശരിക്കും കാണുന്നില്ല എനിക്ക്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇത് നിത്യവഴുതിനയാണ്. അതാണ് ചതുരപ്പയർ. പക്ഷെ അത് പൂക്കുന്ന കാണുന്നില്ല. പൂക്കാൻ പൂക്കുന്ന ഞാൻ പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് അതിൻ്റെ മേലെ ഒരു കുറ്റിയുമ പടുത്തിയിട്ടേ ഉള്ളൂ. പന്തലിട്ടാലാണ് നിറയെ ഉണ്ടാവുക. കണ്ടില്ലേ, ഇതൊരു തരം ചക്കരക്കിഴങ്ങാണ്. കണ്ട, ഇത് ബാഗിൽ നട്ടിട്ട് പടത്താനും വെച്ച് പടത്തി ഇട്ട ചക്കരക്കിഴങ്ങാണത്. ഇത് കണ്ടില്ലേ, ഇതാണ് വേറൊരു ഐറ്റത്തിലുള്ള ഇതായത് ബീൻസാണ്. ഇത് കണ്ട, ബീൻസ് കണ്ട, ഇത് ബീൻസ്. ഇത് കണ്ടല്ലോ, ചീര പൊടിക്കാം പാവ്യത്തിന് ചീര പറിച്ച് നടണം. ഇത് കണ്ടില്ലേ, ചേന മണ്ണിൽ നട്ട ചേനയാണ്. ഇത് കണ്ട, മുളച്ച് വന്നു. അത് കണ്ട, അത് ചക്കരക്കിഴങ്ങാണ്. ഇത് ചക്കരക്കിഴങ്ങാണ് ബാഗിൽ നട്ടേ. അവിടെ ഇങ്ങനെ കൂർക്ക കിഴങ്ങുണ്ട്. എങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ഞാൻ. ഇത് കണ്ട, ഇതാണ് കൂർക്ക കിഴങ്ങ്. കടലിലെ കാടായി മുടിഞ്ഞ്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കണ്ട, മുളക് കൃഷി കണ്ട, ഇതില്ലേ, ഇത് മുളക് കൃഷിയാണ്. ഇത് കണ്ടല്ലോ, ഇത് മുളക് കൃഷിയാണ്. എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ട, ഇതാണ് കോളിഫ്ലവർ കൃഷിയായി. ഇത് കണ്ടില്ലേ, ഇതാണ് കോളിഫ്ലവർ. കണ്ടല്ലോ, ഇതില്ലേ, ഇത് കാബേജ്. ഇത് വഴുതിന, മുമ്പത്തെ വഴുതിനയാണ്. വഴുതിനയിലും ഉണ്ടാകുന്നുണ്ട്. കണ്ട, നല്ലപോലെ ഇനിയിപ്പോൾ നല്ലപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ മഴയും പെയ്തുകൊണ്ട് നല്ല ഉഷാറായിട്ടുണ്ടാവും. കണ്ട,
നല്ല പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ചീരയാണ്. ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് നട്ട ചീര, ബാഗിൽ നട്ടതാണ്. ഇത് വേറൊരു വെറൈറ്റി ആയിട്ട് ചാക്കിൽ നട്ട ചീരയാണ്. ഇത് കണ്ടില്ല, അതെല്ലാം നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. മറ്റേത് വഴുതിനാണ്ട് നല്ലോണം പൂത്ത് വരുന്നുണ്ട്. വഴുതിന കണ്ടില്ലേ, അതാ നല്ലപോലെ പൂത്ത് വരുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ കത്തിരി എടുക്കാനാകുന്നില്ലോ, എനിക്ക് കിഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. പോരാതെ മഴയും. ഇത് കണ്ടില്ലേ, ഇതാ പൂക്കണ്ട, ഇത് കണ്ടില്ലേ, ഇതാ ഇത് കണ്ട പൂവ് നല്ലപോലെ പൂവും കായി ഉണ്ടാകുന്നുണ്ട്. അതിനിപ്പോൾ ഞാനൊരു വളം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഉഷാറായിക്കോളൂ. ഇത് കണ്ട, ഇത് പിന്നെ നിലത്ത് നട്ട് ചക്കരക്കിഴങ്ങാണ്. കണ്ട, ഇത് വഴുതിനെയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഏർലി പ്ലാവായത്. കണ്ട, ഇത് കണ്ടില്ലേ, ഇത് അവിടെ ഒരു ചെറുനാരുണ്ട്, അതൊന്നും കാണിക്കാൻ കഴിയില്ല. ഇത് കണ്ട, ഇതാണ് ഇപ്പം നട്ട് വെറൈറ്റി ആയിട്ട് നട്ട്. ഇത് കണ്ടില്ല, വെറൈറ്റി ആയിട്ട് മുമ്പ് നട്ട കിഴങ്ങാണത്. അത് കിളക്കാനായിട്ട് അതവിടെ ചാഞ്ഞിട്ടുണ്ട്, ഒരുപാട് പടർന്നിട്ടുണ്ട്. കണ്ട, അങ്ങ് എത്തിപ്പോയി. ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ കോവക്ക. കണ്ട, കോവക്ക കൃഷിയുണ്ട. ഇപ്പം നല്ലപോലെ നന്നായിട്ട് വരുന്നിട്ട് കൊത്തേണ്ട സമയമായി. ഒരു കൊല്ലം കഴിഞ്ഞെല്ലാം കൊത്തിയതാണ്. അത് കൊത്തണം എന്ന് വിചാരിക്കില്ലാന്ന്. ഇനി കായ് ഉണ്ടാവില്ല നിന്നപ്പാട് കൊത്താന്ന് വെച്ചില്ല. കായ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്നേരം അതുകൊണ്ട് കൊത്താൻ മനസ്സ് വരുന്നില്ല. ഏതായാലും ഈ പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊത്തണം. കണ്ട, മത്തൻ പടർന്ന് വന്നിട്ടുണ്ട്. മത്തൻ പടർന്ന് കയറുന്നുണ്ട, അങ്ങോട്ട് എത്തിപ്പോയി. അതിൻ്റെ മേലെ കയറുന്നു. കണ്ടില്ലേ, അതെല്ലാം മത്തനാണ്. ഇത് കണ്ട, പയര് കണ്ട, പയരായത് കണ്ടില്ലേ, പുതിയ പയര് നട്ടതായത്. ഇത് കണ്ട, ഇതാ പുതിയ പയർ നട്ടതായത്. കണ്ട, പുതിയ പയർ. ഇതെല്ലാം പഴയതാണ്. ഇത് കണ്ട, ഇതൊരു മുളകാണ്, ഇപ്പുറം നട്ട മുളകാണ്. ഇതെല്ലാം ഒടിഞ്ഞു പോയി. ഇത് പുതിയ പയറാണ്. പിന്നെ ഇതാണ് വെണ്ടയും പുതിയതല്ല, പിന്നെ പഴയതാണ്. പഴയതാണ്. കണ്ടില്ലേ, വെണ്ടയ്ക്ക ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇനിയിപ്പോൾ എല്ലാം ഉണ്ടായാൽ കുറയും. ഇതെല്ലാം കൊത്തി മുറിച്ചിട്ടിടണം, എന്നാൽ കുറച്ച് കാലം കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടും. കൊത്തണം ആണെന്നില്ലേ. വെണ്ടയ്ക്കയെല്ലാം ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ. ഇത് കണ്ടല്ലോ. ഇതേപോലെ ഇനിയിപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഇതാണ് മുമ്പേ നട്ട പാവയ്ക്കാണിത്. അതെല്ലാം ഇപ്പോഴും തീർത്തിട്ടുണ്ട്. അതിന് മഴ പെയ്യുന്നതുകൊണ്ട് ഇനി ഉണ്ടാവും. ഇത് കണ്ട, ഇത് ഇത്തിരിയൊന്നും എത്തൂല, പക്ഷേ ആദ്യത്തെ പോലെ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമ്മൾ കറീൻ്റെ ആവശ്യത്തിനെല്ലാം കിട്ടും. ഇത് കക്കിരിയാണ്. കക്കിരി അത്രേ നട്ടിട്ടുള്ളൂ. പക്ഷെ മുമ്പേത്തെ ഉണങ്ങിയ തണ്ടില്ലോണ്ടാന്ന് ശരിക്കും തിരിയാത്തത്. ഇത് കണ്ട, കക്കിരി താലോലിയെല്ലാം ഇത് കണ്ട കക്കിരി പൂക്കുന്ന